നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ എക്സൈസ് നയത്തിലും എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങി പുതിയ സർക്കാർ. ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് എക്സൈസ് മന്ത്രി എം ലിജു ഇത് സംബന്ധിച്ച നിർണായക സൂചനകൾ നൽകിയത്. വകുപ്പിന്റെ നയങ്ങളിലും പ്രവർത്തനങ്ങളിലും വരും ദിവസങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ പ്രകടമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നയം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ശുപാർശകളും നിർദ്ദേശങ്ങളും എഴുതി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലഹരി വിപത്തിനെതിരെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിമുക്തി പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കാനും ശക്തിപ്പെടുത്താനുമാണ് തീരുമാനം. എക്സൈസ് വകുപ്പിനെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി കേസന്വേഷണങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ ഫോൺ രേഖകൾ ശേഖരിക്കാനുള്ള അനുമതിയടക്കം ആവശ്യമായ സാങ്കേതിക സൌകര്യങ്ങൾ വകുപ്പിന് ലഭ്യമാക്കും. നിലവിലുള്ള ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ എക്സൈസ് വകുപ്പിന്റെ അംഗബലം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി ഉന്നതതല യോഗത്തിൽ ഉറപ്പു നൽകി. ചാവക്കാട് തിരുവത്രയിൽ ഡിസിസി അംഗത്തെ ആക്രമിച്ചതായി പരാതി. ഡിസിസി അംഗവും കാർഷിക ബാങ്ക് പ്രസിഡന്റുമായ എച്ച് എം നൌഫലിനെയാണ് ആക്രമിച്ചത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. വീട്ടിലേക്ക് വരുന്നതിനിടെ തിരുവത്ര കോട്ടപ്പുറത്ത് വെച്ചായിരുന്നു ആക്രമണം. ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സിപിഎം പ്രവർത്തകനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കടവല്ലൂർ കല്ലുംപുറത്ത് സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരായ കല്ലുംപുറം സ്വദേശി പുലിക്കോട്ടിൽ 79 വയസ്സുള്ള ബേബി, എടപ്പാൾ സ്വദേശി കുന്നത്തേൽ വീട്ടിൽ 25 വയസ്സുള്ള സായന്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും നാട്ടുകാർ ഉടൻ തന്നെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടപ്പാൾ സ്വദേശിയായ സായന്തിന്റെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കല്ലുംപുറം സെന്ററിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കായിരുന്നു അപകടം. ചങ്ങരകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന സ്കൂട്ടർ പഴഞ്ഞി റോഡിലേക്ക് തിരിയുന്നതിനിടയിൽ പുറകിൽ നിന്ന് വന്നിരുന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. സിപിഐ നേതാവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായിരുന്ന വി കെ രാജന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം സിപിഐഎമ്മിന്റെ മുതിർന്ന നേതാവ് ബേബി ജോണിന് സമ്മാനിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സിപിഐ ദേശീയ കൌൺസിൽ അംഗം CN ജയദേവൻ കൈമാറി. വി കെ രാജന്റെ 30ാം ചരമവാർഷിക ദിനത്തിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടന്ന അനുസ്മരണവും പുരസ്കാര വിതരണവും സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ അധ്യക്ഷനായി. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, KV വസന്തകുമാർ, CC വിജിൻ ചന്ദ്രൻ, ET ടൈസൺ മാസ്റ്റർ, VR സുനിൽകുമാർ, KS ജയ എന്നിവർ സംസാരിച്ചു. മരുത്തംകോട് സന്മനസ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. മരുത്തംകോട് ബഹ്റിൻ പാലസിൽ നടന്ന ചടങ്ങ് കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ CV മധു ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം അധ്യക്ഷനായി. സന്മനസ് ജനറൽ കൺവീനർ K അബു താഹിർ, ഹബീബ് കോയത്തങ്ങൾ, അലി ഹാജി, AY അനസ്, ഗഫൂർ കുളങ്ങരവളപ്പിൽ, സിദ്ദിഖ് നാറാണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്ക് ബാഗ്, കുട, നോട്ട് പുസ്തകങ്ങൾ, പെൻസിൽ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രവാസിയായ ട്രസ്റ്റ് ചെയർമാൻ KK സൈഫുദ്ദീനാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് KK സൈഫുദ്ദീൻ പറഞ്ഞു. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. ഈശോയുടെ തിരുഹൃദയത്തിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ മറിയം ത്രേസ്യയുടെയും സംയുക്ത ഊട്ടുതിരുനാൾ ജൂൺ 7-നാണ് ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായി നടന്ന പാട്ടുകുർബാനയ്ക്കും ലതീഞ്ഞ് നൊവേന എന്നീ തിരുകർമ്മങ്ങൾക്കും ശേഷം തിരുനാളിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നടന്നു. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന തുടങ്ങിയ നവനാൾ തിരുകർമ്മങ്ങൾ നടക്കും. തിരുനാൾ ദിവസമായ ജൂൺ 7 രാവിലെ 10 മണിക്ക് ഫാദർ പോൾ അറക്കൽ മുഖ്യ കാർമ്മികനായി ആഘോഷമായ പാട്ടുകുർബാന നടക്കും. ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ജേക്കബ് തച്ചറാട്ടിൽ സഹകാർമ്മികനാകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിനു ശേഷം ഊട്ടുസദ്യയും നടക്കും. തിരുനാളാഘോഷത്തിന് വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ജോയ് പാലയൂർ, വിൻസെന്റ് ചുങ്കത്ത്, ജനറൽ കൺവീനർ ഡേവിഡ് അതിയുന്തൻ, ജോയിന്റ് കൺവീനർമാരായ KC തോമസ്, ജോൺസൺ അറങ്ങാശ്ശേരി, ഊട്ട് കൺവീനർ ഫ്രാൻസിസ് പ്രിൻസ് അറങ്ങാശ്ശേരി, ഫിനാൻസ് കൺവീനർ വർഗീസ് കുണ്ടുകുളം, പബ്ലിസിറ്റി കൺവീനർ സിൻഡോ ചൂണ്ടൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ 8ാം വാർഡ് 67 നമ്പർ അങ്കണവാടിയിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. വാർഡ് മെമ്പർ മിൽന സിൻഡോ, ആശാ വർക്കർ സുജിത, LMSE അംഗങ്ങളായ ജോസ്മീന, ബേബി VC, നിധു,
രജിത എന്നിവർ നേതൃത്വം നൽകി. യുവചേതന പൂരാഘോഷ കമ്മിറ്റിയുടെ ഭാഗമായി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കമ്മിറ്റി ഭാരവാഹികളായ അഭിനന്ദ്, കൃഷ്ണ എന്നിവർ പഠനോപകരണങ്ങൾ സമ്മാനിച്ചു. കുട്ടികളെ അംഗൻവാടി വർക്കർ സുമതി, ഹെൽപ്പർ വൃന്ദ എന്നിവർ ചേർന്ന് മധുരം നൽകി സ്വീകരിച്ചു. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള ടീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ ടിസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ജൂൺ 5-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ മെഗാ അനുമോദന ചടങ്ങിന്റെ തൃശൂർ ജില്ലാതല പുരസ്കാര വിതരണം ചുണ്ടൽ ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. അശ്വമേധം ഫെയും GS പ്രദീപ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. 60% മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ 80% രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞു. സൗജന്യ രജിസ്ട്രേഷനായി വെബ്സൈറ്റിലും 97 47 98 17 81 92 07 90 35 01 എന്ന മൊബൈൽ നമ്പറിലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മന്ത്രിമാരും സാംസ്കാരിക നായകന്മാരും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. അനുമോദന സദസ്സിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസുകൾ, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കുമെന്നും ടീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടർ ഡയറക്ടർമാരായ മുഹമ്മദ് ഷമീം, ഫാസിൽ മുഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ ഇന്ധനവില വർധനവിനെതിരെ കണ്ടാണിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ആളൂർ സെന്ററിൽ നടന്ന പ്രതിഷേധ സംഗമം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, വൈസ് പ്രസിഡന്റ് NA നൌഷാദ്, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MK അപ്പു, ഗ്രാമപഞ്ചായത്ത് അംഗം സിമി സ്റ്റെൽസൺ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെൽബിൻ മറ്റം ക്ഷീരസംഘം പ്രസിഡന്റ് KS വാസു, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാരായ V ജയശങ്കർ, സിംസൺ കുത്തൂർ, EA തോമസ് എന്നിവർ സംസാരിച്ചു. CITU എരുമപ്പെട്ടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KM അഷ്റഫ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. KCEU ഏരിയ സെക്രട്ടറി MS സിദ്ധൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ PT ദേവസി, TK ശിവൻ, PA ബൈജു, KA മനോജ് എന്നിവർ സംസാരിച്ചു. PB ബിബിൻ, TB ബിനീഷ്, KG ശശി, CV സഗേശൻ എന്നിവർ നേതൃത്വം നൽകി. അണ്ടത്തോട് കാട്ടുപുറം ശ്രീ വേട്ടേക്കാരൻ ക്ഷേത്രത്തിൽ വേട്ടേക്കാരൻ പാട്ട് മഹോത്സവം 12,000-ഓടുകൂടി ആഘോഷിച്ചു. വിവിധ പരിപാടികളോടെയാണ് വേട്ടേക്കാരൻ പാട്ട് നടത്തിയത്. പുലർച്ചെ കേളി, ഗണപതി ഹോമം, ഉച്ചപൂജ, നവകം, പഞ്ചഗവ്യം, തുടർന്ന് ഉഷപൂജ എന്നിവയും ഉണ്ടായിരുന്നു. രാവിലെ 9 മണി മുതൽ 11 മണി വരെ ഗുരുവായൂർ മഞ്ചരി ചെയർപേഴ്സൺ അമ്പിളി സോമന്റെ നേതൃത്വത്തിൽ ആത്മീയ പ്രഭാഷണമുണ്ടായി. തുടർന്ന് പാട്ടിനു കൂറയിടൽ, ഉച്ചപ്പാട്ട് എന്നിവയും 12 മണി മുതൽ പ്രസാദകൂട്ടുമുണ്ടായി. വൈകിട്ട് 6 മണിക്ക് ഡബിൾ തായമ്പക, നിറമാല, ദീപാരാധന, അത്താഴപൂജ എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുവാട്ട് ഭട്ടതിരിപ്പാട്, മേൽശാന്തി ചേലക്കര, താമരശ്ശേരി മനക്കൽ മാധവൻ ഭട്ടതിരി തുടങ്ങിയവർ പൂജകൾക്ക് നേതൃത്വം നൽകി. രാത്രി 7:30 ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തുള്ള ആൽത്തറയ്ക്കിൽ നിന്ന് മുല്ലയ്ക്കൽപ്പാട്ടിനെ എഴുന്നള്ളിച്ച് മേളത്തോടുകൂടി ക്ഷേത്രത്തിൽ വന്ന് ഈടും കൂറും ചവിട്ടൽ, കളപ്രദക്ഷിണം, കളം പൂജ, കളം മായ്ക്കൽ, തുടർന്ന് 12,000 നാളികേരം എറിഞ്ഞുടയ്ക്കുന്നതോടുകൂടി വേട്ടേക്കരൻ പാട്ടിന് സമാപനമായി. കാരിക്കുറ രാമചന്ദ്രൻ നായർ 12,000 ഉടയ്ക്കുന്നതിനും കല്ലാട്ട് രാമക്കുറുപ്പും സംഘവും കളമെഴുത്തിനും രാജപ്പന്മാരാരും സംഘവും മേളത്തിനും നേതൃത്വം നൽകി. പരിപാടികൾക്ക് ആഘോഷ കമ്മിറ്റി സെക്രട്ടറി VC ജയരാജ്, പ്രസിഡന്റ് മാധവൻ കറുത്തേടത്ത്, പാരമ്പര്യ ട്രസ്റ്റി VA രാജൻ, ചെയർമാൻ ചന്ദ്രൻ തട്ടകത്ത്, എക്സിക്യൂട്ടീവ് ഓഫീസർ രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ CITUവിന്റെ സ്ഥാപക ദിനാചരണം നടന്നു. ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രമുഖ സംഘടനയായ CITU രൂപീകരിച്ചതിന്റെ 56-ാം സ്ഥാപക ദിനം എളവള്ളി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിറ്റാറ്റുകരയിൽ വെച്ചാണ് ആചരിച്ചത്. CITU മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. TD സുനിൽ അധ്യക്ഷനായി. KS പ്രമോദ്, KS സദാനന്ദൻ, സുനിയ സുനിൽ, കൃഷ്ണൻ തുപ്പത്ത്, MR രാജു എന്നിവർ സംസാരിച്ചു.
CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രമുഖ സംഘടനയായ CITU രൂപീകരിച്ചതിന്റെ 56ാം സ്ഥാപക വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി CITU മണലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. മുല്ലശ്ശേരി ബ്ലോക്ക് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം CITU മണലൂർ ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TI ചാക്കോ അധ്യക്ഷനായി. PG സുബിദാസ്, KS സദാനന്ദൻ, KS പുഷ്പാകരൻ, PK പ്രസാദ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 19ാം വാർഡ് 1 നമ്പർ മയൂഖം അംഗൻവാടിയുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പുതിയതായി പ്രവേശനം നേടിയ 13 കുട്ടികൾക്കും സമ്മാനം നൽകി സ്വീകരിച്ചു. അംഗൻവാടിയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും ഉപഹാരവും കൊടുത്ത് യാത്രയയപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ NK കബീർ അധ്യക്ഷനായി. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സതി മണികണ്ഠൻ, അംഗൻവാടി വർക്കർ നബീസ, CK സുമ, ആശാ വർക്കർ റേസി ഷാജൻ, CDS മെമ്പർ സജിത ഷാജൻ, ADS പ്രസിഡന്റ് സുനജ പ്രസാദ്, ചാന്ദിനി പ്രഭാകരൻ, ഗിരിജ ശിവരാമൻ, K സഫീന എന്നിവർ സംസാരിച്ചു. പിരിഞ്ഞുപോകുന്ന കുട്ടികളുടെ അമ്മമാർ അംഗൻവാടിയിലേക്ക് മിക്സി സമ്മാനിച്ചു. KSU ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 69ാം സ്ഥാപക ദിനം ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. VS അഭിഷേക് അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് ഹിഷാം കപ്പൽ, KSU മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരമം. പഴഞ്ഞി മേലെ പട്ടിത്തടം ചുങ്കത്ത് സ്കറിയാച്ചൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ ലിസിയാണ് ഭാര്യ. റിജോ, ലിജോ, ലിജി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.